ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് അത് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറില്ല ഫ്രണ്ട്സിനോട്, നീ നാളെ വരില്ലേ? എന്താണ് ഈ വരില്ലേ എന്ന് പറയുന്നത്? നമുക്ക് ആ കുട്ടി വരുമെന്നറിയാം, എന്നാലും ഒരു കൺഫർമേഷൻ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും നീ വരും അല്ലേ എന്ന് ചോദിക്കും. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ലേ എന്ന് നമ്മൾ ചേർത്ത് ചോദിക്കും അല്ലേ. അതേപോലെ നീ ആ ബുക്ക് നാളെ കൊണ്ടുവരില്ലേ, ആ ബുക്ക് കൊണ്ടുവരില്ലേ ചോദിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ അല്ലേ എന്ന് വെച്ച് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതേപോലെ ഇംഗ്ലീഷ് സെൻറ്റൻസുകളുടെ അവസാനം ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതെന്താണ്? ആ സെൻറ്റൻസ് ഒന്ന് കൺഫേം, ആ ഒരു ക്വസ്റ്റ്യൻ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ കാണുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം. എന്താണ് നമുക്ക് കിട്ടുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാൻ പറ്റുക? അതിനായിട്ട് കിട്ടുന്ന സെൻറ്റൻസ്, നമുക്ക് ഏത് സെൻറ്റൻസ് ആണോ കിട്ടുന്നത് ആ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഈ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് നോട്ട്, നെവർ, പിന്നെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും, അപ്പോഴേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന സെൻറ്റൻസുകളിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ നോക്കാം. നോട്ടോ നെവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കും. അതായത് ഒരു സെൻറ്റൻസിന് നെഗറ്റീവ് ആക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അത് ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ആ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാം. ഇനി നോട്ടും നെവറും അല്ലെങ്കിൽ വേറെ ഒരു വേർഡ്സും ഇല്ല, അപ്പോൾ ആ സെൻറ്റൻസ് നെഗറ്റീവ് അല്ല. ആ സെൻറ്റൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നോട്ട്, നെവർ അങ്ങനെ വേറെ വേർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലായോ? നോട്ടോ നെവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു സെൻറ്റൻസിന് നെഗറ്റീവ് ആക്കുന്നത് ഉണ്ടെങ്കിൽ നെഗറ്റീവ്, അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് കിട്ടാമെന്ന് വിചാരിക്കാം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണ് നോക്കാം. പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഓക്സിലറി വെർബ് വേണം കണ്ടുപിടിക്കാൻ. എന്താണ് ഈ ഓക്സിലറി വെർബ്? അതായത് വെർബിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സ്. ഓക്കെ, അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. അതായത് ഈസ്, വാസ്, വില്ല്, ഷുഡ്, കുഡ്, വേർ, അതേപോലെ ആറ്, ആം, അങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ആ വേർഡ്സ് ഇല്ലേ, ഷുഡ്, കുഡ്, അങ്ങനെ കുറേ വരുന്ന അങ്ങനത്തെ നമ്മൾ ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഓക്സിലറി വെർബ് അങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, നോക്കുക. ഷീ ഈസ് എ ടീച്ചർ. എന്താണ്? ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്. അപ്പോൾ അതിലുള്ള ഓക്സിലറി വെർബ് എന്തായിരിക്കും എന്നെടുത്ത് നോക്കുന്നത്? ഈസ്. ഓക്കെ, നമുക്കറിയാം ഇതിനകത്തുള്ള ഓക്സിലറി വെർബ് എന്താണ്? ഈസ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഈസ് അങ്ങോട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, അത് എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? നോട്ടാണ്. ഓക്കെ, എന്താണ്? നമുക്കറിയാം ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഓക്സിലറി വെർബാണ്, അത് നമ്മൾ എടുത്തെഴുതി. ഇവിടെ ഈസാണ്, അത് എഴുതി. ടീച്ചറാണ് അല്ലേ, അവൾ ടീച്ചർ അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഓക്സിലറി വെർബ് ഈസ് എടുത്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? നോട്ട് എഴുതണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നോട്ട് എന്ന് എഴുതുന്നതിന് പകരം നമ്മളിങ്ങനെ എഴുതുക, ഇങ്ങനെ എന്നിട്ടിട്ട് മുകളിൽ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് നമ്മളിങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ ഈസിൻറ്റ് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മളിങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇസൻറ്റ്, ഈസ് നോട്ടായി, ഇസൻറ്റ് നായി. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് എഴുതണം. എന്താ എഴുതേണ്ടത്? സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ ആരാണ് സബ്ജക്റ്റ്? ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. നമ്മളിവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? അവൾ ഒരു ടീച്ചറാണ്. അവൾ, ഇവിടെ ആരാണ് അവൾ? ഷീ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. അപ്പോൾ ഈസിൻ ഷീ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നോക്കുക, നെഗറ്റീവ് ആണോ നോക്കാം. നമുക്ക് കിട്ടിയ സെൻറ്റൻസ് പോസിറ്റീവാണ്. ഓക്സിലറി വെർബ് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. എന്തെഴുതി? ഓക്സിലറി വെർബ് എടുത്ത് എഴുതി. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചേർത്തു. ഓക്കെ, നോട്ട് ചേർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സബ്ജക്റ്റ് എടുത്ത് എഴുതി. എന്ത് ചെയ്തു? സബ്ജക്റ്റ് നമ്മൾ എടുത്ത് എഴുതി. ഇത്രയേ വരുന്നുള്ളൂ. ഓക്സിലറി വെർബ്, നോട്ട്, സബ്ജക്റ്റ്. ഓക്കെ, ഇതേപോലെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം.
ഹി ക്യാൻ റീഡ്. അപ്പോൾ ഇതിലേതാണ് ഓക്സിലറി വെർബ്? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇതിൽ നോട്ട്, നെവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ്സ് നെഗറ്റീവ് ആക്കുന്ന രീതിക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഓക്സിലറി വെർബ് എഴുതാൻ നോക്കാം. അപ്പോൾ ഹി ക്യാൻ റീഡ് ആകെ 3 വാക്കേ ഉള്ളൂ. ക്യാൻ ആണ് ഇവിടുത്തെ എന്താ ഓക്സിലറി വെർബ്. ഓക്കെ, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ക്യാൻ ആണ്. അപ്പോൾ നമ്മൾ ക്യാൻ എടുത്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? നോട്ട് ചേർക്കാം. എന്നിട്ടു ടി ഇട്ടു നോട്ട് ചേർത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് എടുത്ത് എഴുതി. ഇവിടെ ആരാ സബ്ജക്റ്റ്? ഹി. ഓക്കെ, അപ്പോൾ അറിയാലോ ഹി ക്യാൻ റീഡ്, അവന് വായിക്കാം. ഓക്കെ, അപ്പോൾ വായിക്കാൻ പറ്റും. ഹി ആണ് ഇവിടുത്തെ എന്ത് സബ്ജക്റ്റ്. ഓക്കെ, കാൺ ഹി. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വരുന്നത്. എന്താണ് ഓക്സിലറി വെർബ് എടുത്തെഴുതി, നോട്ട് എഴുതെഴുതി, ഹി എടുത്തെഴുതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? ഇനി അടുത്തെന്ന് പറയുന്നത് അടുത്ത കണ്ടീഷൻ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ നോക്കാം. നമുക്ക് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നില്ലേ? ഹീ ഇസൻറ്റ് ലേറ്റ്. ആൾ ലേറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹീ ഇസൻറ്റ് ലേറ്റ് അതിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഹീ ഈസ് നോട്ട് ലേറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ എന്തുണ്ട്? നോട്ട് ഉണ്ട്. എന്തുണ്ട്? നോട്ട് ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. സെൻറ്റൻസിൽ നോട്ട് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫോർമാറ്റ് നോക്കുക. എപ്പോഴത്തെയും പോലെ ഓക്സിലറി വെർബ് എടുത്തെഴുതി. ഓൾറെഡി സെൻറ്റൻസിൽ നോട്ട് ഉള്ളതുകൊണ്ട് നമുക്കിത് നോട്ട് വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്സിലറി വെർബ് എന്ത് ചെയ്യുക? അത് അതുപോലെ എടുത്തെഴുതുക. ഇവിടെ ഈസ് എഴുതി നമ്മൾ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഫോർമാറ്റ് നോക്കുക. വീണ്ടും സബ്ജക്റ്റ് എടുത്തെഴുതുക. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഹീ ഇസൻറ്റ് ലേറ്റ്. ആൾ ലേറ്റ് അല്ല. അപ്പോൾ എന്താണ്? ഇവിടെ ഹീ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടി എളുപ്പമാണ്. ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക, പിന്നെ സബ്ജക്റ്റും കൂടെ ചേർക്കാം. അത്രയും ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഹീ ഇസൻറ്റ് ലേറ്റ്, ഈസ് ഹീ, ഇത്രയേ വരുന്നുള്ളൂ. യു ഡോണ്ട് നോ ഹെർ, നിങ്ങൾക്ക് അവൾ അറിയില്ലല്ലോ. അപ്പോൾ എന്താ പറയാം? ഇവിടെ ഓക്സിലറി വെർബ് നോക്കുക. ഡോണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഡൂ ആണ്. പിന്നെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ ഡു യു. ദേ കാൺ ഡ്രൈവ്. അപ്പോൾ അവിടെ ഓക്സിലറി വെർബ് ക്യാൻ ആണ്. അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്. ക്യാൻ ദേ. ഇത്രയേ വരുന്നുള്ളൂ. എന്ത്? നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇനി ഓരോ എക്സെപ്ഷൻ കേസ് വരും, ഓരോ കണ്ടീഷൻസ് വരും. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന കാര്യങ്ങൾ തന്നെ 3 സ്ലൈഡാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിലറി വെർബ് എടുത്തെഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓക്സിലറി വെർബ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചില സമയത്ത് ഓക്സിലറി വെർബ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഷീ ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അവിടെ ഈസ് ഓക്സിലറി വെർബാണ്. അതേപോലെ ഷീ വാസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ വാസ് ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും. ഓക്സിലറി വെർബ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ആ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ചിലപ്പോൾ നേരിട്ട് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ അതുണ്ടാവില്ല, നേരിട്ട് ഉണ്ടാവില്ല. അത് ഓൾറെഡി സെൻറ്റൻസിൽ ഉണ്ടാകും, പക്ഷെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല ഏതാണ് ഓക്സിലറി വെർബ് എന്ന്. ആ സെൻറ്റൻസ് കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഷീ ഡാൻസസ്. അവൾ ഡാൻസ് കളിക്കും. അവിടെ നമുക്ക് ഷീ ഈസ് ഡാൻസിങ്ങോ അല്ലെങ്കിൽ വേറെ ഈസ് വാസ് ആം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഷീ ഡാൻസസ്. അപ്പോൾ നമ്മളവിടെ എന്ത് ഓക്സിലറി വെർബാണ് കൊടുക്കുക? നമുക്കിത് കാണുമ്പോൾ തന്നെ ആ സെൻറ്റൻസ് പോസിറ്റീവാണെന്ന് മനസ്സിലായി. സെൻറ്റൻസ് പോസിറ്റീവാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിലറി വെർബ് എടുത്തെഴുതണം. പക്ഷെ അവിടെ കാണുമ്പോൾ ഒരു ഓക്സിലറി വെർബും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഡാൻസസ് എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ഡാൻസസ് അങ്ങനെ അവസാനം ഈ എസ് കാണുന്ന സമയത്ത് നമ്മുടെ വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം അവിടെ എന്ത് എഴുതിക്കോളൂ? ഡസ് എഴുതിക്കോളൂ. എന്താണ്? അപ്പം നിങ്ങൾ ഡസ് എഴുതിയാൽ മതി. ഓക്കെ, വെർബിൻ്റെ കൂടെ ഇവിടെ ഡാൻസിങ് ആണല്ലോ, അപ്പോൾ ആ വെർബിൻ്റെ കൂടെ എസ് വന്ന് വെച്ചാൽ നിങ്ങളവിടെ ഡസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഷീ ഡാൻസസ് അവിടെ നമ്മൾ ഡസ് എഴുതി, ഓക്സിലറി വെർബായിട്ട് ഡസ് എഴുതി. ഇനി എന്താ ഉള്ളത്? നോട്ട് എഴുതുക. ഡസൻറ്റ് എന്നായി. പിന്നെന്താണ്? സബ്ജക്റ്റ്. അവിടെ ആരാ സബ്ജക്റ്റ്? ഷീ. ഡസൻ ഷീ. ഓക്കെ, അതേപോലെ ദേ പ്ലേ. ഓക്കെ, അവർ കളിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വേറെ ഒരു ഈസ് വാസ് അല്ലെങ്കിൽ ഷുഡ് വിഡ് അങ്ങനെ ഒന്നുമില്ല അവിടെ. അപ്പോൾ നമ്മളവിടെ എന്താ ഓക്സിലറി വെർബ് എടുത്ത് എഴുതാം? അപ്പോൾ ദേ പ്ലേ എന്ന് പറയുമ്പോൾ അവർ കളിക്കുന്നു എന്നാണ് അർത്ഥം. അവർ കളിച്ച് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. കളിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ അവർ കളിക്കും, ഇനി ഭാവിയിൽ കളിക്കും, അങ്ങനെ എന്താണോ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. അവർ കളിക്കുന്നു. അവരിപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ്. അവരിപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ കളിക്കുന്നു. ഇതിപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡു ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടി, അത് പ്രസൻറ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ എപ്പോഴും ഓക്സിലറി വെർബായിട്ട് ഡു ഉപയോഗിച്ചാൽ മതി. എന്ത് ഉപയോഗിച്ചാൽ മതി? ഡു ഉപയോഗിച്ചാൽ മതി.
ഓക്കെ. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ദേ പ്ലേ, അവർ കളിക്കുന്നു, പോസിറ്റീവാണ്. ഓക്കെ, സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഡൂ ആണെന്ന് എഴുതുക. അപ്പോൾ ഡൂ എഴുതുക. പിന്നെ എന്താണ്? നോട്ട് ചേർക്കുക. അവിടെ ആരാണ് സബ്ജക്റ്റ്? അവരാണ് കളിക്കുന്നത്. സോ അവർ എന്ന് പറയുമ്പോൾ ദേ. അപ്പോൾ ഡോണ്ട് ദേ എന്നായി. ഓക്കെ, അവിടെ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ പറ്റിയില്ലേ? അടുത്തത് ഹീ വെൻറ്റ് ഹോം, അവൻ വീട്ടിൽ പോയി. ഓക്കെ, ഇപ്പം അവൻ വീട്ടിലുണ്ടെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഇപ്പം അവന് ഓൾറെഡി പോയി കഴിഞ്ഞു, വീട്ടിലേക്ക് പോകുന്നു എന്നാണോ പറഞ്ഞത്? വീട്ടിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണോ? അല്ല, അത് ഇനി വീട്ടിലേക്ക് പോകും എന്നാണോ പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകും, ഫ്യൂച്ചറിൽ പോകും എന്നാണോ പറഞ്ഞത്? അല്ല, വീട്ടിലേക്ക് ഓൾറെഡി അവൻ പോയി കഴിഞ്ഞു, ഇപ്പോൾ അവൻ വീടെത്തി, പോയി കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് ഓൾറെഡി മുമ്പ് നടന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ളൊരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടി. ആ സെൻറ്റൻസ് നോക്കുന്ന സമയത്ത് പാസ്റ്റ് ടെൻസ് ആണ്, ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഡിഡ് ഉപയോഗിക്കുക. ഏതൊരു സെൻറ്റൻസ് കിട്ടിയാലും അത് പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഡ് ഉപയോഗിക്കുക. അപ്പോൾ ഹീ വെൻറ്റ് ഹോം, അവൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ഓക്സിലറി വെർബ് ഡിഡ് എഴുതി. പിന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതണം. അപ്പോൾ ഡിഡ് എഴുതി കഴിഞ്ഞു, നോട്ട് എഴുതി. അവിടെ അവനാണ് വീട്ടിലേക്ക് പോയത്, അവിടെ അവനാണ് സബ്ജക്റ്റ്. ഡിഡൻറ്റ് ഹീ നമ്മൾ എടുത്തെഴുതി. ഇത് മൂന്നും ഓക്കെ അല്ലേ? അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡു ഉപയോഗിക്കാം. അതേപോലെ ഡസും പറയുന്നുണ്ട്. പിന്നെന്താണ്? പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിഡ്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും ഓക്കെ അല്ലേ? ഇതുപോലത്തെ ഞാൻ കുറച്ചതിൻ്റെ എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് എക്സാമ്പിൾസ് വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഫോർമാറ്റ് മനസ്സിലായി. ഓക്സിലറി വെർബ് സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബ് നോട്ട് സബ്ജക്റ്റ്, അതേപോലെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വെറും ഓക്സിലറി വെർബ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേരാണ് തരുന്നത്. രാജു, ഇവിടെ നോക്കുക, എക്സാമ്പിൾ രാജു ഈസ് ഹാപ്പി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? രാജു സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവാണ്, നമ്മൾ എന്തെഴുതും? ഓട്ടോമാറ്റിക്കലി ഓക്സിലറി വെർബ് ഈസ് നോട്ട് വരെ എഴുതി. ഇനി സബ്ജക്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടെ ആരാണ് ചെയ്യുന്നത്? അപ്പോൾ രാജു ആണ് ഹാപ്പി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇസൻറ്റ് രാജു എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടി, അതിലേതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ പേര് അതുപോലെ എഴുതണ്ട. അതുപോലെ എഴുതുന്നതിന് പകരം നമ്മൾ ഈ പ്രോനൗണായിട്ട് അവിടെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോനൗൺ അവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ രാജു ഒരു ബോയ്, അവിടെ ഹീ എന്ന് എഴുതാം. രാജു ഒരു ബോയ് അല്ലേ? അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുക? ഹീ യൂസ് ചെയ്യുക. ഇപ്പോൾ രാജു ഈസ് ഹാപ്പി, ഇസൻറ്റ് ഹീ. രാജുവിന് പകരം അവിടെ ഹീ യൂസ് ചെയ്യുക. ഇനി അഥവാ അനു ആണ് വരുന്നത്, അനു ഒരു ഗേളാണ്. ഓക്കെ, അപ്പോൾ അനു ഈസ് ഹാപ്പി ആവുന്ന സമയത്ത് ഇസൻറ്റ് ഷീ എന്നാക്കാം. ഓക്കെ, ബോയ് ആണെന്നുണ്ടെങ്കിൽ ഹീ ആക്കാം. ഇനി ഒരു ഗേളുടെ പേരാണെന്നുണ്ടെങ്കിൽ ഷീ ആക്കാം. അതേപോലെ ദ ബോയ്സ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദ ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൺകുട്ടികളല്ലേ? അപ്പോൾ അതിന് പകരം എന്താ ചെയ്യുക? ദേ എന്ന് ഉപയോഗിക്കാം. അതായത് ഡയറക്റ്റ് നമ്മൾ ആ പേര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ് നമ്മൾ സബ്ജക്റ്റിന് പകരം എഴുതുന്നതിന് പകരം നമ്മളവിടെ പ്രോനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ദ ഡോഗ് എന്ന് എഴുതുന്നതിന് പകരം അവിടെ ഇറ്റ് ഉപയോഗിക്കാം. മൈ പാരൻസ് എന്ന് പറയുന്ന സമയത്തും അതായത് ഒരു കൂട്ടം ആളുകൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ദേ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, എന്തോ യൂസ് ചെയ്യാം? ദേ എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ദ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ബോയ്സ് ക്രിക്കറ്റ് കളിക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഓക്സിലറി വെർബ് എടുത്ത് എഴുതാം. ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ 6 എടുത്ത് എഴുതാം. എന്ത് ചെയ്യുക? 6 എടുത്ത് എഴുതാം. നമ്മൾ 6 എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? നോട്ട് ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബോയ്സ് ആണ്. ഓക്കെ, ദ ബോയ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന് പകരം എന്ത് യൂസ് ചെയ്യണം? ദേ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എഴുതരുത്. എന്ത് ചെയ്യണം? ദേ എന്ന് എഴുതണം. എന്താ എഴുതേണ്ടത്? ദേ. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ആറൻറ്റ് ദേ. ഇത്രയേ ഉള്ളൂ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ വെർബിൻ്റെ കൂടെ എപ്പോഴും എസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഡസ് എഴുതാൻ ഓക്സിലറി വെർബായിട്ട് ഡസ് എഴുതാൻ പറഞ്ഞിരുന്നു. അത് അങ്ങനെയല്ല കേട്ടോ, കറക്റ്റാണ്. ഇനി നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? ഇപ്പോൾ ഫ്രണ്ട്സ് ഓൾവേസ് ഹെൽപ്പ് അസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഡസൻറ്റ് ദേ എന്ന് എഴുതാൻ പറ്റില്ല. നമ്മളവിടെ എന്ത് എഴുതും? ഡോണ്ട് ദേ.
പ്ലൂറലാവുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്, പ്ലൂറലാവുമ്പോൾ ഡസ് എന്ന് മാറിയിട്ട് അത് ഡു ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. ഡൗട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടുന്നു. ഇവിടെ നോക്കാം. ഐ ആം ലേറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, അത് ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ എന്താ കണ്ടത്? ഓക്സിലറി വെർബ് ആദ്യം എടുത്തെഴുതാം. നമുക്കവിടെ കാണുമ്പോൾ ആം ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പോൾ നമ്മൾ ആം എടുത്തെഴുതി. പിന്നെന്താണ്? നോട്ട് ചേർത്തു. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ആം ആൻഡ് ഐ എന്ന് നമ്മളവിടെ എഴുതി. പക്ഷേ നമ്മൾ ഇന്നേ വരെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരിക്കലും ആം ആൻഡ് ഐ നമ്മൾ പറയാറില്ല. അപ്പോൾ ഈ ആം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, സ്പെഷ്യൽ കേസാണ്. നമുക്ക് എവിടെയൊക്കെ ആം വന്നു നമ്മളിവിടെ ആം യൂസ് ചെയ്യാറില്ല. അതിന് പകരം എപ്പോഴും ആറായിരിക്കും. ഐ ആം ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറിൻറ്റ് ഐ ആയിരിക്കും. ആമിന് പകരം അവിടെ എന്തുപയോഗിക്കുക? ഉപയോഗിക്കുക. വേറെ ഡൗട്ടൊന്നും വേണ്ട. എവിടെയെങ്കിലും ആം കണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഓക്സിലറി വെർബായിട്ട് വീണ്ടും ആം എടുത്ത് എഴുതണ്ട. അതിന് പകരം ആറാക്കി എഴുതിയാൽ മതി. ആം കണ്ട് അതിനെന്താക്കുക? ആറാക്കിയിട്ട് ഓക്സിലറി വെർബാക്കിയിട്ട് എഴുതാം. അതേപോലെ നമുക്കിനി ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കിട്ടുക. അടുത്ത കേസ് എന്ന് പറയുന്നത് ഏത് സെൻറ്റൻസ് തുടങ്ങുന്നത് ലെറ്റ്സ് വെച്ചാണ് നോക്കുക. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ലെറ്റ്സ് വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒന്നും നോക്കണ്ട, ഷാൽ വി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഏതൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിലും ലെറ്റ്സ് വെച്ചാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഷാൽ വി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട്, ഇപ്പോൾ ഏതൊരു സെൻറ്റൻസും എപ്പോഴും ലെറ്റ്സ് വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എപ്പോഴും എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഷാൽ വി ആയിരിക്കും. വേറെ ഒന്നും നോക്കണ്ട. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. ജസ്റ്റ് ഷാൽ വി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഷാൽ വി, ആം ആണെന്നുണ്ടെങ്കിൽ ആർന്ന്. ഓക്കെ, ഇത്രയേ വരുന്നുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. എന്താണ് ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ആരോടെങ്കിലും ഒരു ഓർഡർ ചെയ്യുക, അപ്പോൾ അതെടുത്തിട്ട് വാ, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ എന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ അപേക്ഷിക്കുക, പ്ലീസ് ഒരു വെള്ളം ഒന്ന് എടുത്ത് തരുമോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ഇരിക്കുമോ, പ്ലീസ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറയും. നമ്മൾ ഇരിക്കുമോ, അങ്ങനെ നമ്മൾ എന്താ പറയുക, ഓർഡർ ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമ്മൾ അവരോട് ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ അവരോട് അപേക്ഷിക്കുക, സ്നേഹത്തോട് അപേക്ഷിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക, യാചിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഒന്നെങ്കിൽ ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക, അവരോട് പറയാം, റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ സെൻറ്റൻസ് ഒന്നുകിൽ ഓർഡർ ചെയ്യുന്ന പോലത്തെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, കമാൻഡ് ചെയ്യുന്ന പോലത്തെ സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗായിട്ട് വിൽ യു എന്ന് മാത്രം എഴുതിയാൽ മതി. എന്തു ചെയ്യുക? വിൽ യു എന്ന് പറഞ്ഞിട്ട് മാത്രം എഴുതിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഓപ്പൺ ദ ഡോർ എന്താണ്? അതൊരു ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓക്സിലറി വെർബ് തപ്പിപ്പോണ്ട, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണ്ട. വിൽ യു എന്ന് പറഞ്ഞ് മാത്രം എഴുതിയാൽ മതി. പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് ഇമ്പെറേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിൽ യു എന്ന് ചേർക്കുക, ഒന്നും നോക്കണ്ട. ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത്. നമ്മളൊരു എന്താ പറയുക, കമാൻഡ് ചെയ്യില്ല, അതേപോലെ തോന്നുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോഴും നമ്മുടെ വിൽ യു എന്ന് ചേർക്കാം. അതായത് അപ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും വേറൊന്നും ചേർക്കണ്ട. അടുത്തെന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു മൈ പാരൻസ്, അതേപോലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അനു മനു എന്നൊക്കെ പേര് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഹീ ഷീ അല്ലെങ്കിൽ ദേ ഉപയോഗിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെൻറ്റൻസുകളിൽ എപ്പോഴും അത് മാത്രമാണ് ഉണ്ടാവുക അല്ല. ഇപ്പം നമുക്ക് കിട്ടിയ സെൻറ്റൻസുകളിൽ എവ്രിബഡി, അതേപോലെ എവ്രി വൺ, നോബഡി, സം വൺ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ വേർഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവ്രി വൺ, നോബഡി, സം വൺ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, എവ്രി വൺ, നോബഡി, സം വൺ അങ്ങനെയുള്ളവരൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റായിട്ട് ജസ്റ്റ് ദേ കൊടുത്താൽ മതി. അല്ലാതെ ആറിൻറ്റ് എവരി വൺ അങ്ങനെയൊന്നും കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ എഴുതി, നോട്ട് എഴുതി, ഇവിടെ ശ്രദ്ധിക്കാം എവരി വൺ ഈസ് റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ആറിൻറ്റ് ദേ എന്ന് കൊടുത്തു, അത്രേ വരുന്നുള്ളൂ. അതേപോലെ നോബഡി കെയിം, ആരും വന്നില്ല. എന്താണ്? നോബഡി കെയിം. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് വന്നു. അപ്പോൾ നമ്മൾ ദേ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഡിഡ് ദേ എന്ന് വന്നു. ഓക്കെ, അതേപോലെ സം വൺ കോൾഡ്.
അപ്പോൾ ആരോ വിളിച്ചു, അപ്പോൾ സംവൺ, അപ്പോൾ നമ്മൾ സംവൺ എന്നൊന്നും ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് ഓക്സിലറി വെർബ് വിളിച്ചു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് കൊടുത്തു, ഡിഡ് നോട്ട് എന്നായി. പിന്നെന്താണ് സബ്ജക്റ്റിൻ്റെ അവിടെ നമ്മൾ സംവൺ എന്ന് എഴുതുന്നതിൽ അതിന് പകരം നമ്മളവിടെ ദേ ഉപയോഗിച്ചു, ഡിഡിൻറ്റ് നീ എന്നായി. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. എവ്രിബഡി, എവ്രി വൺ, സംവൺ, അതേപോലെ എന്താണ് നോബഡി, എനിബഡി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചേർത്താൽ മതി? ജസ്റ്റ് അവിടെ അതേന്ന് കൊടുത്താൽ മതി സബ്ജക്റ്റിന് പകരം. ഇതൊക്കെ അല്ലേ? അടുത്തെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ സെൻറ്റൻസ് എന്ന് പറയുന്നത് അതിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് സബ്ജക്റ്റാണ് കൊടുക്കുക? ഇപ്പോൾ ദിസ് ഈസ് യുവേഴ്സ്, ഇത് നിന്നെയാണെന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഈസ് എന്ന് കിട്ടി, നമ്മൾ നോട്ട് ചേർത്തു, ഇസിൻറ്റ് എന്നായി. ഇനി നമുക്ക് എന്ത് ചേർക്കണം? സബ്ജക്റ്റ് ഇടണം. ഓക്കെ, സബ്ജക്റ്റ് ചേർക്കണം. അപ്പോൾ അവിടെ എന്താണ്? ഇസിൻറ്റ് ദിസ് എന്ന് എഴുതുന്നതിന് പകരം ഇസിൻറ്റ് ഇറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദിസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ്, ദിസ് ഓർ ദാറ്റ് വന്നു കഴിഞ്ഞാൽ സെൻറ്റൻസ് നമുക്ക് കിട്ടിയ സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് ദിസ് അല്ലെങ്കിൽ ദാറ്റാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റ് എന്ത് കൊടുത്താൽ മതി? ഇറ്റ് കൊടുത്താൽ മതി. ഇസിൻറ്റ് ഇറ്റ്, അവിടെ ഇസിൻറ്റ് ഇറ്റ് എന്നായി. അതേപോലെ ഇനി ദോസ് അല്ലെങ്കിൽ ദീസ്, ദോസ് അല്ലെങ്കിൽ ദീസാണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ കൊടുത്താൽ മതി. എന്താണ്? ദേ കൊടുത്താൽ മതി. ദോസ് ആർ ഫ്ലവേഴ്സ്, അപ്പോൾ അവിടെ ആറിൻറ്റ് ദേ എന്ന് വന്നു. ഓക്കെ, കൺഫ്യൂഷനില്ലല്ലോ. ദിസ് വന്നാൽ ഇറ്റ് കൊടുക്കുക, ദാറ്റ് വന്നാലും ഇറ്റ് കൊടുക്കുക. ദോസ് അല്ലെങ്കിൽ ദീസ് വന്നു കഴിഞ്ഞാൽ ദേ കൊടുത്താൽ മതി. ആദ്യമേ പറഞ്ഞിരുന്നു സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തിരിച്ചറിയാമെന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ആണോ എന്ന് ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നോ അല്ലെങ്കിൽ നോട്ട്, നെവർ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമായിരിക്കും എപ്പോഴും സെൻറ്റൻസ് നെഗറ്റീവ് ആവുക? അല്ല. ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ നെവർ അല്ലെങ്കിൽ ഹാർഡ്ലി, സ്കാഴ്സ്ലി, സെൽഡം, അതേപോലെ റെയർലി, നോബഡി, നത്തിങ്, നെയ്തർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് നോബഡി ആയിക്കോട്ടെ, നത്തിങ്, നെയ്തർ, സെൽഡം, സ്കേഴ്സ്ലി, റെയർലി അങ്ങനെ എന്ത് വന്നാലും എന്തായിരിക്കും? ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഹീ നെവർ ലൈസ്, ഡസ് ഹീ നെവർ വന്നു, അപ്പോൾ എന്താണത്? നെഗറ്റീവാണ്. അതേപോലെ ഷീ ഹാർഡ്ലി ഈറ്റ്സ്, അവൾ ഹാർഡ്ലി ഈറ്റ്സ്, ഹാർഡ്ലി വന്നു, സെൻറ്റൻസ് എന്താണ്? അപ്പോൾ നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബും സബ്ജക്റ്റും മാത്രം മതി. ഹാർഡ്ലി ഈറ്റ്സ്, അപ്പോൾ ഡസ് ഷീ, ഈറ്റ്സ് എന്ന് വന്നു, അപ്പോൾ നമ്മൾ ഡസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഷീ സിംഗുലറാണ്, അപ്പോൾ ഡസ് ഷീ അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആവുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആവുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 12 കുഞ്ഞു കാര്യങ്ങൾ, കണ്ടീഷൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. അതെല്ലാവരും എന്ത് ചെയ്യണം? നല്ല രീതിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിന് പോയിട്ട് ഏത് സെൻറ്റൻസ് കിട്ടിയാലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സെൻറ്റൻസ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് സെൻറ്റൻസ് ഞാൻ കൊടുക്കാം. അതിലൊരു 4-5 നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയാലോ. ഓക്കെ.